ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രി ഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മാറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവ മുഖന്മാരും തുണച്ചീടണം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ ഈശ്വരകൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാർ, സുലോചന അഖിൽ, ജയ അനിൽ, രാധാ ശിവാനന്ദൻ, നിർമ്മല പവിത്രൻ, നിർമ്മല രമേഷ്, പത്മകുമാരി, രുക്മിണി മോഹൻ, ജഗദമ്മ, ഗീതാ നായർ, പ്രസന്ന, ശ്രീല എല്ലാ മക്കളുടെയും അഭിപ്രായങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചു. ഇന്ന് വായിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടെന്നും മക്കളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ എന്ത് നമ്മൾ മക്കളെ എല്ലാവർക്കും വേണ്ടി പറയുക, നമ്മൾക്ക് എന്താണ് ആവശ്യങ്ങൾ അത് ഭഗവാനെ ആദ്യം നമ്മളൊരു പിതാവായി ഉൾക്കൊള്ളണം. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ മനസ്സാകണം. നമുക്ക് യാതൊരു കഴിവും ഇല്ലല്ലോ, നമ്മൾ വെറും ചെറുതല്ലേ, അങ്ങനെയുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ വേണം. ഞാൻ ആരുമല്ല ഭഗവാനെ, എന്നെക്കൊണ്ട് യാതൊരു കഴിവുമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം അവിടുന്ന് കണ്ടു തരണം, അവിടുന്ന് എല്ലാം നോക്കി കണ്ടു തരണമേ എന്ന് നമ്മൾ അഭയം ഭഗവാനോട് പറയുമ്പോൾ നമ്മളൊരു പൊടി കുഞ്ഞിനെ പോലുള്ള മനസ്സാവണം. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മളാൽ ഒക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് എല്ലാവരോട് എന്തൊക്കെയാണ് നമ്മളെന്നും പറയുന്നത് അതൊക്കെ ആണല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് ഭഗവാൻ നമ്മളെ ദൈവ പൈതലായി കാണും. പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ കാത്തു തരും. ഓരോ മക്കൾക്ക് ഓരോ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻസ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പം നമ്മൾ ആദ്യമേ എന്ത് വേണം, നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കാത്തവർക്ക് സർവ്വകാര്യങ്ങളും നേടി പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മം കുറേ ചെയ്തവരായിരിക്കും. അവർക്ക് ഈ ജന്മം അനുഭവിക്കുന്ന മൊത്തം കഴിഞ്ഞ ജന്മത്തെ വാസനയുടെ ബാക്കി കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ, അവർക്ക് യാതൊരു പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല, നേർച്ചയില്ല, അമ്പലമില്ല, ഒന്നുമില്ല, എന്നാലും അവർ സുഖമായി കഴിയുന്ന അവരുടെ കാര്യങ്ങളെല്ലാം ഒരു വിഘ്നവും കൂടാതെ നടന്നും പോകുന്നു. കാരണം ഇതാണ് മക്കളെ, കഴിഞ്ഞ ജന്മം അവരൊക്കെയും ചെയ്തു വെച്ച് കാണും. അതിൻ്റെയാണ് അവരെ അനുഭവിക്കാൻ വേണ്ടി ഈ ഒരു ജന്മം വരുന്നത്. അപ്പോൾ അന്നേരം ഈശ്വരനെ അറിയാതെ കണ്ട് കഴിഞ്ഞ ജന്മത്തെ സുഹൃതം മൊത്തവും തീരുവോളം ആ കടം വീട്ടുന്ന രീതി മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ജീവിച്ചിട്ട് ഈ ജന്മം കൊണ്ട് അവസാനിച്ചില്ല, പരമാത്മ ചേർന്നില്ലെങ്കിൽ വീണ്ടും ഒരു ജന്മം ഇനിയും ജനിച്ചു വരണമല്ലോ. അപ്പോഴും വിഷമം ഉണ്ടാവും. അതിനെന്ത് വേണം, ഇപ്പം നന്നായി അനുഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഈശ്വരനോട് എല്ലാം പ്രാർത്ഥനയെല്ലാം ഉണ്ടായാലേ വരുന്ന ജന്മങ്ങളിൽ പിന്നും സുഹൃതം നന്നായി അനുഭവിക്കാൻ പറ്റൂ. അല്ല, കാരണം കഴിഞ്ഞ ജന്മത്തെ കടം അങ്ങ് വീട്ടുകളെ പിന്നെ നമുക്ക് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഒന്നും നന്മയില്ലെങ്കിൽ അടുത്ത ജന്മം വെറുതെ കഷ്ടപ്പെടേണ്ടി വരും. അത് അറിയാത്തത് കൊണ്ട് വേണ്ടുന്നവർക്ക് അത് പറഞ്ഞു എന്നുള്ളത്. കാരണം എത്ര സുഖം നമുക്ക് ഉണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ സുഹൃതം കൊണ്ട് എൻ്റെ ജനനം തൊട്ട് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു വിഷമോ ഒന്നുകൊണ്ടൊരു വിഷമോ എല്ലാം എനിക്ക് എന്താണ് വേണ്ടത് അതെല്ലാം എനിക്ക് നേടി തന്നെ ഈശ്വരൻ ഇന്ന് വരെയും ഇപ്പോഴും അങ്ങനെയാണ്. നാളത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്ന ആർക്കറിയാം, ഇതുവരെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ജന്മത്തിൻ്റെ വാസനയല്ല ഞാൻ അനുഭവിച്ചതെന്ന്, കഴിഞ്ഞ ജന്മത്തിൻ്റെ ആണെന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഈ ജന്മം ഞാൻ അതുകൊണ്ട് അഹങ്കരിച്ച് തിന്നും കുടിച്ചും എനിക്ക് സുഖമാണ്, എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നെകളിച്ച്
നെഗളിച്ച് നടന്നാൽ എന്ത് വരും? നെഗളിച്ചാലുമില്ല, കഴിഞ്ഞ ജന്മത്തെ വാസന കിടക്കൊണ്ട് നമുക്ക് ഇത് എല്ലാം അനുഭവിച്ച് പോകാനുള്ള ചെയ്തു വെച്ചതിൻ്റെ കർമ്മമല്ലേ അനുഭവിക്കുന്നത്. അഹങ്കരിച്ചാൽ എന്ത് വരും? അടുത്ത ജന്മം വരെ ഇതിനെല്ലാം കൂടെ പലിശ സഹിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ദുരിതം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും എല്ലാ മക്കളും മനസ്സിലാക്കേണ്ടത്, എത്ര നന്മ വരുമ്പോഴും ഭഗവാനോട് ഒരു പടി മുമ്പോട്ട് സ്നേഹവും ഭക്തിയും വർദ്ധിച്ചോണം. ഇല്ലെങ്കിൽ വെറും കുഴിയിലേക്ക് ചാടിപ്പോവും ഈ ജന്മം അല്ലെങ്കിൽ വരുന്നത്. കാരണം ഇപ്പം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവിടെ കിടക്കും. കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ നമ്മളിപ്പോൾ നല്ല സുഹൃതം അനുഭവിക്കുന്നത്. എന്നിങ്ങനെ സുഹൃതം? ഈ ലോകത്തിൽ, ഈ ഐഹിക ലോകത്തിൽ നമ്മളെല്ലാം ആഹാര സുഖവും വിദ്യയും ശമ്പളവും അല്ലെങ്കിൽ നല്ല ജോലിയും എല്ലാം വീടും ധനവും ഒക്കെ ഉണ്ടാവുന്ന കഴിഞ്ഞ ജന്മത്തിൻ്റെ ആയിരിക്കാം. അപ്പോഴും ഭഗവാനെ കൈവിടരുത്, അഹങ്കരിക്കാൻ പാടില്ല. ഒന്നും കൂടെ വിനയത്തിൽ തന്നെ ഈശ്വരനെ ആരാധിക്കുകയും എല്ലാവരോടും ബഹുമാനവും വിനയവും താഴ്മയും എല്ലാം വന്നാൽ അടുത്ത ജന്മം ഇതുപോലെ പോകാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ കടം ഈ പ്രാവശ്യം എല്ലാം തിന്നും കുടിച്ച് സുഖിച്ചിട്ട് നമ്മൾ അതിൽ നിന്നങ്ങ് അഹങ്കാരം, അതാണ് നമ്മൾ കാണത്തില്ലയോ, ചിലർക്ക് നല്ല ധനികനാണ് പക്ഷെ അഹങ്കാരം അങ്ങേ അറ്റമാണ്. കാരണം എന്താ? കഴിഞ്ഞ ജന്മത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ജന്മം ഈ ആനന്ദം അനുഭവിക്കുന്നത്. എന്തൊരാനന്ദം? ഈ പുറമേയുള്ള ഈ ലോകത്തുള്ള സർവ്വതും പൈസ കൊണ്ടും ധനം കൊണ്ടും വിദ്യ കൊണ്ടും എല്ലാം നല്ല രീതിയിൽ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അഹങ്കാരം വർദ്ധിച്ചാൽ എന്ത് വരും? അടുത്ത ജന്മം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വെറും ദരിദ്രനായി മാറിപ്പോവും, ദുഷ്ടകർമ്മങ്ങളായി പോവും, ദുഷ്കർമ്മങ്ങളോട് നിറയും. കാരണം ഈ ജന്മം ചെയ്തു വെക്കുന്നതെല്ലാം അടുത്ത ജന്മങ്ങളിൽ കിടക്കും. അതുകൊണ്ട് എത്രയും നമുക്ക് നന്മയായാലും നമ്മൾ അത് മനസ്സിലാക്കണം. ഭഗവാനെ എന്തോ ഒരു ഭാഗ്യം കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെയാണ്, ഇനിയും ഉള്ള കാലവും നന്മ തന്നെ വരണം. അതുകൊണ്ട് നമ്മൾ നന്മ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ തിന്മയിലേക്ക് കടക്കേ ചെയ്യരുത്. ചിലരിങ്ങനെ എല്ലാം ഉണ്ടെന്നാകുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും, മതയാനകളുടെ കണക്കായി പോകും. ചിലർ ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അവരുടെ അന്ത്യവും. ചില നിന്ന നിൽപ്പിൽ ചെറുപ്രായത്തിൽ തന്നെ ഭൂമി വിട്ട് പോകേണ്ട അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എല്ലാവരും എത്രയും നന്നായി പ്രാർത്ഥിക്കണം. എത്ര നല്ല നമുക്ക് ജീവിതമാർഗം നല്ലതാണെങ്കിൽ അത്രത്തോളം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അയ്യോ ഭഗവാനെ, ഇത് ഇനി മേലോട്ടും ഇങ്ങനെ ഇരിക്കണേ, നീളം നിൽക്കണമേ, ഈ ജന്മവും നീളം നിൽക്കണം. വരും ജന്മങ്ങളിൽ ഈ ജന്മ മോക്ഷത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നും ജനിക്കണമല്ലോ. നമുക്ക് എത്രയോ ഈച്ച പാറ്റ പുഴുവൊക്കെ ആയി വന്നിട്ട് ഒരു മനുഷ്യജന്മം കിട്ടുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള നന്മകൾ നമ്മൾ പ്രവർത്തിക്കണം. ഈശ്വരനെ അറിയാൻ മനുഷ്യർക്ക് മാത്രമേ ഒരു വിവേകമുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനുഷ്യനാക്കി വെച്ചതെന്താ ഈശ്വരൻ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് മനുഷ്യരൂപം എടുത്തിട്ട് ഇനിയൊരു എന്താ പറയുക, ഈച്ചയും പാറ്റയും ആയി പോവരുത് അടുത്ത ജന്മം. സുഹൃതം ഈ ജന്മം യഥാർത്ഥമായ ലക്ഷ്യത്തെത്താൻ പറ്റിയില്ല, ആധ്യാത്മികമായി ഒത്തില്ല എന്നുണ്ടെങ്കിൽ വരും ജന്മങ്ങളെങ്കിലും ഇതിനേക്കാൾ മെച്ചമായ ഒരു നന്മ കൊണ്ട് നിറഞ്ഞ ആത്മീയമായും, അതായത് ഒരു ബ്രഹ്മജ്ഞാനിയാകണം. അത് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നല്ല, യഥാർത്ഥമായ ഈശ്വരനെ അറിയുന്നതാണ് അഹം ബ്രഹ്മാസ്മി. അങ്ങനൊരു നല്ലൊരു ജന്മം വരണമേന്ന് പ്രാർത്ഥിക്കണം. അതോടുകൂടി തന്നെ ഈ ലോകത്തുള്ള ജീവിത സുഖങ്ങളും ഉണ്ടാകണം. എല്ലാം സുഖത്തോട് ജീവിക്കുകയും വേണം, ബ്രഹ്മത്തെ അറിയുകയും വേണം. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ കൂടി നമ്മളെല്ലാ മക്കളും അങ്ങനെ ആകണം. അതിനുവേണ്ടി ഞാൻ പറയുന്നതാണ് മക്കളെ. നിങ്ങൾക്ക് ഇത് എന്നെ വിശ്വസിക്കാം, ഉറപ്പിക്കാം. ഞാനീ പറഞ്ഞ സത്യമായ കാര്യമാണ്, ഞാൻ സത്യമല്ലാതെ ഒന്നും പറയത്തില്ല. ഇത് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം നമ്മളൊരു കുഞ്ഞിൻ്റെ മനസ്സാവുക. ഒരു പൊടി കുഞ്ഞെങ്ങനെയാണ്? അതാണ് നമ്മുടെ ശുദ്ധമായ ഹൃദയം. അങ്ങനെ ഹൃദയമാകുമ്പം ഭഗവാന് സന്തോഷം ഉണ്ടാവും. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാത്തേ വെക്കൂ. അവൻ എന്താണ് വേണ്ടത്? അവന് വീട് വേണോ, ധനം വേണോ, ജോലി വേണോ, ഭാര്യ വേണോ, അതല്ല ഒരു മകളാണെങ്കിൽ ആ മകൾക്ക് ഭർത്താവിനെ വേണോ, കുട്ടികളെ വേണോ, എന്താണ് വേണ്ടത്? ഇതൊക്കെ ആര് കൊടുക്കും? ഈശ്വരൻ കൊടുക്കും. നമ്മളൊരു കുഞ്ഞിൻ്റെ സ്വഭാവം, ഒരു കുഞ്ഞ് ഹൃദയമായി മാറുക, നിഷ്കളങ്കമായ യാതൊരു കാപട്യമില്ലാത്ത നല്ലൊരു മനസ്സിന് ഉടമയാവുക. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക, സർവ്വതും ഈശ്വരൻ. കാരണം ഇന്നിപ്പോൾ വായിക്കാൻ പോണതും അത് തന്നെയാണ്. നമുക്ക് നാമം ചൊല്ലിട്ട് വായിക്കാം. കാരണം ഭഗവാൻ കൃഷ്ണൻ അവിടെ നന്ദഗോപരുടെ അവിടെ വളർന്നിട്ട് ഇപ്പം മധുരയിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ആണല്ലോ. നമുക്ക് അത് ഇന്ന് മക്കൾ പറഞ്ഞല്ലോ, നന്നായി കൊള്ളാം. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് അങ്ങനെ മക്കളെ അത് എല്ലാ ഭാഗങ്ങളും വായിക്കുമ്പോൾ അങ്ങനെ വരത്തില്ലല്ലോ. അതുകൊണ്ട് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നതാ. കാരണം എന്നും നമ്മൾ കറി വെച്ചാൽ എന്നും ഒരുപോലത്തെ രുചി വരത്തില്ലെന്ന് മനസ്സിലാക്കണം. അത് ജയ ആൽമകളുടെ കമൻസിൻ്റെ എനിക്ക് ചിരി വരുന്നത്. അതുകൊണ്ട് ഇന്ന് നന്നായിരിക്കുന്ന അമ്മയെന്ന് പറയുമ്പോൾ ഇന്നത്തെ കറിക്ക് വലിയ രുചിയുണ്ടോ മക്കളെ? ഇങ്ങനെ കരുതിയാൽ മതി. ചിലപ്പോൾ നാളെ വേറൊരു കറിയാണ് ഇത്ര രുചി വരത്തില്ല. കാരണം സാധനങ്ങൾ പലതല്ലേ നമ്മൾ കറിക്കിടുന്നത്. അതുകൊണ്ടാണ്.
പല 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 സാധനങ്ങൾ ഇട്ട് പല പല കറി വെക്കുമ്പോൾ ചില കറിക്ക് ചില സാധനങ്ങൾക്ക് രുചി കൂടും. അതുകൊണ്ട് ഇന്നലെ ഇട്ട സാധനങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള വചനങ്ങൾ അങ്ങനത്തെയായിരുന്നു. കാരണം എന്താ, സ്വന്തം അമ്മയും അച്ഛനെയൊക്കെ കണ്ടവർ, അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു ചേർച്ച എപ്പോഴാണ് ഉണ്ടായത്, അപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ കരയാഞ്ഞത് എന്തെന്നറിയാമോ? ഞാൻ 2 തവണയൊക്കെ അത് വായിച്ച് കരഞ്ഞതിന്. ഇപ്പം അങ്ങനെയാണ്, അല്ല എനിക്ക് നടക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ട് കുറച്ച് കരഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് കരയാനേ സമയം കാണും. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ട്. അല്ലെങ്കിൽ നന്നായി പിന്നെ കരഞ്ഞ് കണ്ണിനകത്തൂടെ പിന്നെ കണ്ണ് കാണാൻ മേതാവത്തില്ല. ഈ ഗ്ലാസ് വെച്ചല്ലേ വായിക്കുന്നത്, അതെല്ലാം പുകഞ്ഞിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാമം ചൊല്ലാം. സമയം ഒരുപാട് പോയി. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽസന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തിർനിദാനം ഹദാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃതാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമ്മൾ ഭഗവാൻ കൃഷ്ണൻ അമ്മയടുത്തും അതായത് ദേവകിയടുത്തും വസുദേവരുടെയൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങളെ ലാളിക്കാനൊന്നും ഒത്തില്ല അമ്മയ്ക്കും അച്ഛനും. അതുപോലെ ശൈശവ കുഞ്ഞുനാളിലുള്ള ലീലകൾ കാണാനൊന്നും ഒത്തില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും പറ്റിയില്ല. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ ബോധമുള്ളവർ നിങ്ങളിതെല്ലാം പൊറുക്കണം. കാരണം എന്താണ്? നിങ്ങൾ മോക്ഷത്തിന് അർഹതയുള്ള ഭക്തന്മാരാണ് അമ്മയും അച്ഛനും. എന്നിട്ട് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? നന്ദഗോപരുടെ അവിടെ കൊണ്ട് ഞങ്ങളെ അവിടെ വളരാൻ കാരണം കംസൻ്റെ അതായത് കംസനെ ഭയന്നതുകൊണ്ടാണ്. അവിടെ രഹസ്യമായി ഗൂഢമായി വാഴുക. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഒരിക്കലും അമ്മയും അച്ഛനെയും വന്ന് കാണാൻ പറ്റുമോ? അവരെ ബന്ധനത്തിലിട്ടേക്കല്ലേ. ആ അച്ഛനെയും അമ്മയും കാണാൻ വരുമ്പോൾ ഉടനെ മനസ്സിലാവത്തില്ലേ കംസന് കൃഷ്ണനാണെന്ന്. അതുകൊണ്ടാണ് ഗൂഢമായത് രഹസ്യമായി ഒളിച്ച് അവിടെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ അറിവുള്ള ബോധമുള്ളവർ നിങ്ങളെല്ലാം കൊണ്ടും പൊറുക്കണമേ. കൃഷ്ണൻ്റെ മോഹനമായ വാക്യങ്ങളൊക്കെ കേട്ട്. കാരണം ഇവിടെ എന്താ, അമ്മയും അച്ഛനും
വന്ദിച്ച് നിൽക്കുന്നു, തൊഴുതു നിൽക്കുന്നു. കുഞ്ഞ് പെട്ടെന്ന് അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധനം മാറ്റാനായിട്ട് ചൊല്ലുന്നു. നല്ല അനുനയിപ്പിക്കാൻ ഇത്രയെല്ലാം സംഭവിച്ചു പോയി അമ്മേ, ഇതെല്ലാം ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന അമ്മയുടെ അച്ഛനെ അനുനയിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ ചെന്ന കുട്ടിയാ. അതുപോലെ തന്നെ ഉഗ്രസേനനെ അവിടുന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കണം. ഇതെല്ലാം ഓർത്ത് ചെന്നപ്പോൾ ഭഗവാൻ ചെന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ അമ്മയും അച്ഛനും എന്ത് ചെയ്തു? വന്ദിച്ച് തൊഴുതോണ്ട് നിൽക്കുന്നു. ഭഗവാൻ മകനല്ലേ, പക്ഷെ അത് എന്ത് ഉള്ളത്തിൽ നിന്ന് അത് അങ്ങനെ അവിടെ അങ്ങ് അമുക്കി. അവരതെല്ലാം വെട്ടം പൊട്ടിക്കാതെ ഉള്ളത്തിൽ കടത്തി അമുക്കി വച്ചു. എന്നിട്ട് പരമാത്മാവായ ഭഗവാൻ എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോൾ അവിടെ വന്ദിച്ചു നിന്ന്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ചെന്ന് പാദത്തിൽ വീണപ്പോൾ അവർക്ക് താലോലിച്ച് മുത്തം കൊടുത്ത് കെട്ടിപ്പുണരാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവിടെ പരബ്രഹ്മമാണെന്ന് അവർ കണ്ടു. അപ്പോൾ ആ മോഹനമായ വാക്കുകളെല്ലാം മകനങ്ങോട്ട് കൊടുത്ത് ഉള്ളം മനസ്സിലായിട്ട് ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലിരിപ്പ് മാറ്റാൻ വേണ്ടി മായ കൊണ്ട് പ്രയോഗിച്ചു. മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ നല്ല നല്ല രസകരമായ സംഭാഷണങ്ങൾ. അമ്മ ഈശ്വരിയാണ്, അച്ഛൻ ഈശ്വരനാണ്. മക്കൾ അമ്മയും അച്ഛനെ ശുശ്രൂഷ ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് വരും? മാംസം, അതായത് അമ്മയും അച്ഛനെ നോക്കാതെ ശുശ്രൂഷിക്കാത്ത മക്കൾ നരകേ പോയി മാംസം ഭുജിക്കേണ്ടി വരും. ഇങ്ങനെ ഉത്തമന്മാരല്ല. ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും ഉള്ളത്തിൽ നിന്ന് ആ പരമാത്മാവായിരുന്ന ആ ഒരു ചിന്ത മാറിയിട്ട് പെട്ടെന്ന് ചെന്ന് വേഗേന ചെന്നങ്ങ് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് കുമാരന്മാരെ മോദമോട് ആശ്ലേഷമൊക്കെ ചെയ്ത് മടി തന്നിലങ്ങ് ഇരുത്തി. കുഞ്ഞുങ്ങളെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് എന്താ ചെയ്തത്? ആശ്ലേഷിച്ചിട്ട് മുകർന്ന് ഹർഷാശ്രുക്കൾ സന്തോഷമാകുന്ന കണ്ണുനീരൊഴുകുന്നു. സന്തോഷ കണ്ണുനീര് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ്, ദുഃഖപ്പെട്ട കണ്ണുനീരല്ല, ഹർഷാശ്രുക്കൾ, അശ്രു കണ്ണുനീര്. ഹർഷം, സന്തോഷമാകുന്ന അശ്രുക്കളൊക്കെ പൊഴിച്ച് എന്നിട്ട് ആ കണ്ണുനീര് കൊണ്ട് ഈ മക്കളുടെ അഭിഷേകം നടത്തി അവർ. എന്നിട്ട് മോഹമാം വാരുധവും, എന്താ മോഹമാം വാരുധവും? ഈ മായാലോകത്തിൽ തന്നെ അങ്ങ് മുങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള സ്നേഹം അങ്ങ് വർദ്ധിച്ചു ഇരു കൂട്ടർക്കും, മക്കൾക്കും അതുപോലെ തന്നെ. അത് രാമനും കൃഷ്ണനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ ഒരു മോഹം പിടിപ്പിച്ചു, മോഹമായി. അതാ പറയുന്നത്, നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നത് വേണം. എത്രയൊക്കെ ഇനി ആത്മീയം എടുത്താലും നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതിനിടയ്ക്കൂടെ വേണം എടുക്കാൻ. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഭർത്താവും ഭാര്യയും മക്കളും സഹോദരങ്ങളും അമ്മായിയമ്മയും അമ്മായിയപ്പനും സ്വന്തം അമ്മയും അച്ഛനും എല്ലാവരും നന്നായി ലൗകികമായ ജീവിതത്തിൽ നന്നായി വളർത്തുകയും വേണം. അതിൽ നിന്നും കൊണ്ട് വേണം ഇതെല്ലാം ത്യജിച്ച് കുറച്ച് എല്ലാത്തിൽ നിന്നും മാറ്റി വരും. നമ്മുടെ പ്രായവും കഴിഞ്ഞ് വരും, കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യും, ആധ്യാത്മികത്തിൽ ഭക്തിയോടെ ഇരിക്കുകയും ചെയ്യും. ഒടുക്കം വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള തയ്യാറാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നായിട്ട് നിന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ച് വിലയം പ്രാപിക്കണം, പരമാത്മയിൽ ചേരണം. ഇതാണ് യഥാർത്ഥമായ ഗൃഹസ്ഥാശ്രമം ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം ഇട്ടെറിഞ്ഞല്ല ചെയ്യേണ്ടത്. പിന്നെ ഇതേ ഉള്ളൂ, നമ്മുടെ ഓരോ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് മനസ്സിൽ ചിലപ്പം ചില കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കുന്നവരെ നമുക്ക് ഒഴിച്ചു മാറ്റണം. കാരണം ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞു, അതായത് 5 മഹാപാപങ്ങൾക്ക് അതിൽ ഒന്ന് മദ്യപാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരുടെ ചേർച്ച നല്ലതല്ല. ഒരു ആധ്യാത്മികമായി വളരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്നലെ വായിച്ചല്ലോ, അതിനകത്ത് ഈ മദ്യപാനം, മോഷണം, പിന്നെ ഗുരുപത്നി എന്തോ പറയാ ആഗമൻ എന്താണ്ടുണ്ട്, ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ അത് മദ്യപാനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭർത്താവ് മദ്യപാനിയാണ്, ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള മദ്യമായിട്ട് ഇന്ന് ലോകത്ത് മൊത്തം അങ്ങനെ ഉള്ളവരുമായിട്ടുള്ള ചേർച്ച പോലും ഒരു ദൈവികമുള്ളൊരു ഒരു ഭാര്യയ്ക്ക് ഇത് പറ്റിയതല്ല. അതും പാപം. 5ാമത്തെ പാപം അതാണ്, അവരോട് ചേരുന്നതാണ് പാപം. ഇതെല്ലാം ഭാഗവത്തിൽ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ചില പുരുഷന്മാരിത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാകും. പക്ഷേ ദേഷ്യത്തെ കാര്യമില്ല, ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ബാക്കി വായിക്കാം. ഞാനിതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു? മോഹമാം വാരുധോ മുങ്ങി ഇടമിടർ മോദേനെ പൂണ്ടുമേ വിടുന്നവരുകളെ ആമോദമോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഭഗവാൻ. അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി. എന്നിട്ടോ മാതൃതാതന ഉഗ്രസേനം, അങ്ങനെ ഉഗ്രസേനനെ അവിടുന്ന് അതൊക്കെ മാറ്റി രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളെപ്പോഴും എന്ത് അവിടെ നിന്ന് ആജ്ഞാപിച്ചാലും ഞങ്ങൾ അവിടുത്തെ കിങ്കരന്മാരാണ്. എന്ത് സാധിച്ചതിന് അപ്പോഴപ്പോഴും തന്നെ എന്തും ആജ്ഞാപിച്ചാൽ മതി, അവിടുന്ന് രാജാവായി നിർവാസനം വാഴുക. അങ്ങനെ മുത്തച്ഛനെ രാജാവാക്കി.
മുമ്പ് മുത്തച്ഛൻ ആരെന്ന്. അത് കംസൻ അദ്ദേഹത്തിനെ പിടിച്ച് ചങ്ങലയ്ക്ക് ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിൽ അടച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനം ഇത് ഇയാൾ കംസൻ ഏറ്റെടുത്തു. അങ്ങനെ അത് ഇപ്പോൾ ഭഗവാൻ അത് നേടി തിരിച്ചു കൊടുത്തു. ഇനി നമ്മൾ വായിക്കാനുള്ളത് കണ്ട് വായിക്കാം. നമ്മൾ അങ്ങനെ കംസനെ ഭയന്നും കൊണ്ട് അവിടെയുള്ള കുറേ ജനങ്ങൾ ഭയന്നിട്ട് അന്യ രാജ്യത്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചു. കാരണം ഭയന്നിട്ട് അവരെല്ലാം ഭഗവാൻ തിരിച്ചു വരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന വിത്തവും വസ്ത്രവും ധനങ്ങളും എല്ലാം നൽകി സന്തോഷത്തോടെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നതെന്ന്. അത് ഇനി പ്രത്യേകം എല്ലാ മക്കളും എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, ആ ആവശ്യം ഇതങ്ങോട്ട് പറഞ്ഞ് വായിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ ചെയ്തല്ലോ, എന്താ ഭഗവാനെ എനിക്കും അങ്ങനെ ചെയ്യാത്തതെന്ന് നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാൻ അർഹത നമ്മളുടെ ഹൃദയത്തിന് വേണം. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളം ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ പ്രവൃത്തി ശരിയാണോ, നമ്മുടെ ഹൃദയം ശുദ്ധമാണോ, നമ്മൾ ദോഷങ്ങളോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി പിടിച്ചിട്ടേ നന്നായിട്ടേ നമ്മൾ ചോദിക്കാവൂ. അല്ല നമ്മൾ ആയിട്ട് നമ്മൾ ഭഗവാനോട് ചോദിച്ചുകൂടാ. അതുകൊണ്ട് ഞാനത് കണ്ടു വായിക്കാം. അങ്ങനെ കിങ്കരനായി ഭുവി വാഴുന്ന ഭഗവാൻ ഇവിടെ പറഞ്ഞു, ഉഗ്രസേനോട് പറഞ്ഞു, രാജ്യം വാഴുക, അങ്ങയുടെ കിങ്കരനായി ഞങ്ങളിവിടെ കാണും എപ്പോഴും. എന്താജ്ഞാപിച്ചാലും ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ ദാസന്മാരാണ്, കിങ്കരന്മാരാണ്. ഫാൻ്റെ കാറിലെ കൊണ്ട് തെളിയത്തില്ല. ഫോണിൽ കൂടെ എനിക്കതാ കണ്ണ് വയ്യാത്തത്. ഇങ്ങനെ നോക്കുമെന്ന് ഒട്ടും തെളിച്ചില്ല. അങ്ങനെ കിങ്കരന്മാർ പോയി വാഴുന്ന കാലത്ത് ദേവ അസുരാദികളെ എന്താ തരും? വന്നിച്ച് ശങ്കിച്ച് അതായത് ഈ ഉഗ്രസേനെ വന്ദിച്ചിട്ടും ശങ്കിച്ച് സേവകരായി നിനക്ക് എല്ലാം കരം കൊടുക്കും, എല്ലാം തരും. ആകയാൽ മനുഷ്യ ഭൂപതിമാർ നിന്നെ ആദരിപ്പാനൊരു ദണ്ഡമുണ്ടായി വരാം, ഒരു വിഷമവും ഉണ്ടാകത്തില്ല. അവരെല്ലാം വന്ന് ആദരവോടുകൂടി തന്നെ ഇതെല്ലാം നടത്തി തരും. ഏവം അരുളി ചെയ്ത് ഉഗ്രസേനൻ തന്നോട് ഏവരാം ബന്ധുജന വൃഷ്ണികളെയും അന്ധക വംശജാതന്മാരെ എന്തു ചെയ്തു? ബന്ധുക്കളെ രാജ്യ നഗര ജനത്തെയും മുന്നമേ കംസ ഭയത്തിനാൽ, കംസനെ ഭയന്നുകൊണ്ട് ഈ ജനങ്ങളെല്ലാം എവിടേക്കോ പോയി ഒളിച്ചിട്ടുണ്ട്. വേറിട്ട് എവിടേക്കോ തിരിഞ്ഞു പോയി. കാരണം ഇവിടെ ആ മധുരയിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് കംസനെ ഭയന്ന് ഇവിടേക്കോ അന്യ രാജ്യത്ത് വാണ ഒരു ജനത്തെയും ഒക്കെ ഇരുത്തി സുഖിപ്പിച്ചു ഭഗവാൻ കൃഷ്ണൻ. അപ്പം നമ്മൾ ചിന്തിക്കണം, ആർക്കെന്താണ് ആവശ്യം? വീട് വേണോ, ജോലി വേണോ, യാതൊന്നിനും ഒരു മുട്ടും ഭഗവാനില്ല. പക്ഷെ നമ്മൾ ഭഗവാനെ അറിഞ്ഞാൽ മതി. ഈശ്വരനെ അറിയണം. നമ്മൾ ഒരു ശുദ്ധ ഹൃദയമാക്കണം. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. അപ്പോൾ എന്ത് വേണം? ഒക്കെ വരുത്തി സുഖിപ്പിക്കും ഭഗവാൻ. എന്നിട്ട് വസ്ത്രാദി വിത്തങ്ങൾ വേണ്ടത് നൽകി ഞാൻ എല്ലാം കൊടുത്ത്. കാമതർ കൃഷ്ണരാമാദികൾ തങ്ങളെ ആമോദമോട് വാഴിക്ക നിമിത്തമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെ കൃഷ്ണരാമാദികൾ എന്ത് ചെയ്തു? രാമനും കൃഷ്ണനും ഈ കാമതർ, നമുക്കെല്ലാം ആഗ്രഹങ്ങളാണ്, കൊച്ചു കുട്ടികളാണ്, നമുക്ക് വീട് വേണം, വിവാഹം കഴിക്കണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്, ജോലി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് കൃഷ്ണരാമാദികൾ തങ്ങളെ ആമോദമോട് വാഴിക്ക നിമിത്തമായി കാമിച്ചതെല്ലാം ലഭിച്ചു യദുക്കൾക്ക്. എന്താണ് അവർ ആഗ്രഹിച്ചതെല്ലാം ഭഗവാൻ കൊടുത്തു. എന്താ കാരണം? അവർ നിരപരാധികളാണ്. അവർ കംസനെ ഭയന്നിട്ടാണ് പോയത്. നമ്മൾ നിരപരാധികളായിരിക്കണം. നമ്മൾ സാധെന്ന് വെച്ചെന്നാണ് നല്ല പ്രവൃത്തി ചെയ്ത് ഭക്തരായിരിക്കണം. അപ്പോഴാണ് നമുക്കുള്ള പ്രാർത്ഥന ഭഗവാൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട. ഈശ്വരനെ അവരെ അറിഞ്ഞ് നമ്മൾ നമ്മളൊരു പുത്രനായാൽ മതി. ഒരു പുത്രിയോ പുത്രനോ ആകുമ്പോൾ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കണം. ഭഗവാനെ ഞങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ കുടുംബം നന്നാക്കി തരണം എന്നുള്ളത് എല്ലാം അങ്ങ് അർപ്പിക്കണം. എല്ലാം ഭഗവാനെ ഏറ്റോളണേ. നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥനയിലിരിക്കണം. അന്യ ചിന്തയ്ക്ക് വേണ്ടാത്ത ചിന്തകൾക്ക് പോകാതെ ഒരു ഭക്തൻ എങ്ങനെയാണ് അത് അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരന് ഇഷ്ടം വരുന്നത്. ഈ ലോക കാര്യങ്ങൾ നോക്കുകയും വേണം, അതിനിടയ്ക്കൂടെ ഈശ്വരനെ ആരാധിക്കുകയും വേണം, നല്ല പ്രവൃത്തിയും വേണം. അങ്ങനെ വരുമ്പോഴാണ് കാമിച്ചതെല്ലാം ലഭിച്ചു യദുക്കൾക്ക്. കാമലാഭാൽ സ്വർഗവാസി സമാനരായി ആനന്ദമൂർത്തിയാം കൃഷ്ണരൂപാമൃത ആനന്ദമോട് സേവിക്കയാൽ അങ്ങവർ വൃദ്ധജനം യൗവനാത്മാക്കളായതു. അതുപോലും നോക്ക്, വൃദ്ധന്മാരെല്ലാം യൗവനന്മാരായി. കാരണം എന്താ? ഈ സ്വർഗവാസി സമാനരായി
ഭഗവാൻ അവർക്കെല്ലാം എത്ര നാൾ ദുഃഖിച്ചു, അന്യ സ്ഥലങ്ങളിലൊക്കെ പോയി ഒളിച്ചും പാത്തും കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവർ വൃദ്ധന്മാരായിപ്പോവും. ആഹാരം വല്ലതും കിട്ടുമോ, അന്യ സ്ഥലത്ത് പോയ വസ്ത്രമോ ധനമോ എന്തെങ്കിലും ഉണ്ടോ? വല്ല നാട്ടിലും പോയി ഒളിച്ചും പാത്തും കിടക്കുന്നവർക്ക് എന്താണ് ജീവിതം? അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് അവരുടെ ഇവിടെ അവരെല്ലാം വരുത്തിയിട്ട് കാമലാഭം, ആഗ്രഹങ്ങളെല്ലാം കൊടുത്തിട്ട് സ്വർഗവാസി സമാനരായി, സ്വർഗത്തെ തുല്യമായി അവരെ ആക്കി. എല്ലാം ഇഷ്ടം പോലെ കൊടുത്തിട്ട് ആനന്ദമൂർത്തിയാം കൃഷ്ണ രൂപാമൃതം ആനന്ദമോട് സേവിക്കയാൽ അങ്ങ് അവരെന്ത് ചെയ്തപ്പോഴും ഭഗവാനെ സേവിച്ചു. ആനന്ദമൂർത്തി എങ്ങനെയാ ആ കൃഷ്ണ രൂപാമൃതം, ഭഗവാന്റെ രൂപം, ആ വിഗ്രഹം, ആ ശരീരത്തെ എങ്ങനെ ആനന്ദമോട് അവർ സേവിച്ചു ജനങ്ങളെല്ലാം. നമ്മുടെ പിതാവാണ് നമ്മുടെ കൃഷ്ണൻ, നമ്മുടെ പിതാവാണ്, രക്ഷകനാണ്. അങ്ങനെ ഭഗവാനുള്ള ചിന്തയിൽ നമ്മളെല്ലാവരും സേവിക്കണം. രാവിലെയും വൈകിട്ടും എത്ര നേരമുണ്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ ആരാധിക്കുക. നമ്മളെല്ലാം കയ്യിൽ ഒരു ഭക്തൻ എങ്ങനെയാണ്, ഒരു പഴം പോലും നമ്മുടെ കൈ കിട്ടുമ്പോൾ ഭഗവാന് കൊടുക്കണം. ഒരു പിതാവാണ് നമ്മുടെ പിതാവിന് നമ്മൾ കൊടുത്തിട്ടല്ലേ നമ്മൾ കഴിക്കൂ. നമ്മൾ വെറുതെയെങ്കിലും കഴിച്ചു പോലും കഴിച്ചില്ല പോലും അത് നമ്മൾ അറിയണ്ട. നമ്മൾ ഭഗവാനെ കൃഷ്ണ അതിൻ്റെ ഒരു പഴത്തിൻ്റെ അല്പം ഒന്ന് ഇളക്കണം, അതിൻ്റെ ആ തൊലി ഒരു അല്പം ഒന്ന് ഇളക്കിയിട്ട് അത് ഭഗവാന്റെ മുന്നിലോട്ടൊന്ന് നീട്ടിപ്പിടിക്കുക. എങ്ങോട്ട് നീട്ടുക? ഒരു വിഗ്രഹവും വേണ്ട, നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു പ്രാർത്ഥിച്ച് ഭഗവാൻ മുന്നേ കഴിക്കൂ. ഭഗവാനെ എങ്ങും കൊണ്ട് ശുദ്ധിയില്ലെങ്കിൽ എങ്ങും കൊണ്ട് വെക്കണം. നമ്മൾ തന്നെ അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചും കൊണ്ട് നമ്മളങ്ങ് കഴിച്ചാൽ മതി. ചിന്തിക്കണം, ഓർക്കണം. ഒരുള്ള ചോറ് ഉരുട്ടുമ്പം ഭഗവാന് കൊടുത്തിട്ടേ നമ്മൾ എങ്ങനെ മനസ്സുകൊണ്ട് അർപ്പിച്ചിട്ടേ നമ്മൾ കഴിക്കാവൂ. അതാണ് ഭഗവാന് സ്നേഹം വരുന്നത്. എന്താ എന്നോട് ഇത്ര സ്നേഹം ഭഗവാൻ വരാൻ കാരണം? ഞാൻ എത്ര വർഷം കൊണ്ടാണ് ഇതിന് ഒരു മുടക്കം ഉണ്ടായിട്ടില്ല എനിക്ക്. എത്ര വയ്യേലും ഇപ്പം തണുപ്പായതുകൊണ്ട് ഒന്നിന് താമസം, കാരണം രാത്രിയിൽ 2 മണിയൊക്കെട്ടാണ് ഞാൻ കിടക്കുന്നത്. ഈ യൂട്യൂബിൽ എനിക്ക് രാത്രി ഈ 10-40 മിനിറ്റൊക്കെ കയറി പോകത്തില്ല. അതിന് ഞാൻ രാത്രി 12 മണിക്ക് ശേഷം അന്നേരവും പെട്ടെന്ന് കയറിപ്പോലെ ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ വേണം അത് പോകാൻ. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങുമ്പം പിന്നെ ഉറക്കം വരുന്ന 3 മണിക്കൊക്കെ ആവുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേലും പോയി കിടക്കും. തണുപ്പും കൂടെ അല്ലേ. ഇങ്ങനെ എഴുന്നേൽക്കുന്നില്ല 10 മണിയാകുന്ന ഇപ്പോൾ. എന്നാലും എണീക്കുമ്പോൾ ഉടനെ ഞാൻ എന്താ ചെയ്യുക? ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്. വയ്യെങ്കിലും പിന്നെ ചിലപ്പോൾ തീരെ വയ്യേ ഭഗവാൻ ഇന്ന് എനിക്ക് വയ്യ, നമുക്കിന്ന് എല്ലാവർക്കും പട്ടിണി മതി കണ്ണ. സന്തോഷമാണ്, നമ്മൾ പറയണം ഭഗവാൻ ഇന്ന് വയ്യ കണ്ണ, ഇന്ന് നമുക്ക് ഇത്തിരി നേരം കിടക്കാം. ഭഗവാനും കിടന്നു, നമുക്ക് കുറേ കഴിഞ്ഞ് എണീറ്റാൽ മതി. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, എല്ലാം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, അലസതയല്ല. നമുക്ക് കണ്ണ ഞാൻ പ്രായമായി, കണ്ണൻ്റെ അമ്മയെ എനിക്ക് ഇത്രയും വയസ്സുണ്ട്, ഇന്ന് നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് വല്ലതൊക്കെ ചായ കുടിച്ചാൽ മതി കണ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഭാവന, നമ്മുടെ ഭഗവാനുള്ള ചിന്ത. നമ്മുടെ പിതാവാണ് ദൈവം. അല്ലെങ്കിൽ എന്താണ്, എനിക്കൊരു മകനാവാം. ഈ കുട്ടികളായ നിങ്ങൾക്കൊക്കെ ഈശ്വരനെ പിതാവായി കാണുക, രക്ഷകനായി കാണുക. എനിക്ക് എൻ്റെ കണ്ണൻ എന്നോടൊപ്പം എപ്പോഴും ഒരു കുഞ്ഞായിട്ടാണ്. എന്നാൽ എനിക്ക് പരബ്രഹ്മം, ആ പരമാത്മാവായ നാരായണനെ എൻ്റെ ഹൃദയത്തിൽ വെച്ചേക്കുന്നത് അരൂപിയായിട്ടാണ്, ഒരു ചൈതന്യമൂർത്തിയായിട്ടാണ്. അല്ലാതെ എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത് കുഞ്ഞായിട്ടാണ് കാണുന്നത് എൻ്റെ കണ്ണനെ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാട്ടൊക്കെ എഴുതുന്നത്, വിശക്കുന്നില്ലേ കണ്ണ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആനന്ദമൂർത്തിയാകുന്ന കൃഷ്ണ രൂപാമൃതം ആനന്ദമോട് സേവിക്കായാൽ അങ്ങവർ സന്തോഷ ആനന്ദത്തോടെ ആരും പറഞ്ഞിട്ടല്ല, സ്വന്തം ഉള്ളത്തിൽ വരുന്ന ആനന്ദമാണ്. മക്കളെ നീ അങ്ങനെ വിളക്കത്തിച്ചു നാമം ചൊല്ലി ഇതൊന്നും ചോദിച്ചിട്ട് ചെയ്യുന്നതല്ല. ഇതൊന്നും സ്വന്തം നമ്മുടെ ഉള്ളത്തിൽ അതെല്ലാം വരണം. ആരുടെയും ഉദ്ദണത്തിലല്ല വരേണ്ടത്. അപ്പോൾ അങ്ങനെ ആനന്ദമോട് സേവിക്കയാൽ അവർ വൃദ്ധജനം എന്ത് വന്നു, അവരെല്ലാം വരുത്തിയപ്പോൾ അവരെല്ലാം വൃദ്ധന്മാരായി. കാലവും കുറേ പോയില്ലേ ഈ കംസൻ ഭരണം എടുത്തപ്പോൾ. അപ്പോൾ യൗവനാത്മാക്കളായത് എല്ലാവരെയും വരുത്തിയപ്പോൾ ഭഗവാൻ എല്ലാം കൊടുത്തു, സന്തോഷം കൊടുത്തു, ആനന്ദം കൊടുത്തു. അപ്പോൾ എന്ത് വന്നു, എല്ലാവരും ചെറുപ്പക്കാരായി. അങ്ങനെ യൗവനാത്മാക്കളായത് വർദ്ധിച്ചു തേജസ്, ധൈര്യ, ശൗര്യങ്ങളും. അപ്പോൾ അവർക്ക് എന്താ വർദ്ധിച്ചത്? തേജസ്. നല്ല കണ്ടാൽ ഇങ്ങനെ തേജസ്സായിരിക്കും. 90 വയസ്സായാലും തോന്നും, ഒരു 50 വയസ്സോളം തോന്നിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. പല മക്കളും ചിലവും പറയും, അമ്മയെ കണ്ടാൽ ഇത്രയൊന്നും തോന്നിക്കുന്നില്ല, അമ്മ നന്നായിട്ട് പാടുന്നുണ്ട്. എന്താ കാരണം? ഉള്ളത്തിൽ പരമാത്മാവായിരുന്നു വസിക്കുന്നത്. നമ്മളൊന്നുമല്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വയ്യാതെ കുഴപ്പത്തിൽ കിടക്കും. പക്ഷെ നമ്മളിത് ചൊല്ലാൻ വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് കണ്ണൻ കൃഷ്ണൻ പ്രവർത്തിക്കും. ആ ദേവി മഹാമായ കൂടെ ഉണ്ട്, അമ്മയുണ്ട് അപ്പനും ഉണ്ട്. രണ്ടുപേരോടും അങ്ങ് തുടങ്ങും. പിന്നെ ഞാനൊന്നും തുടങ്ങുന്നില്ലെന്ന് പറയുന്ന സത്യത്തിൽ. ഞാനങ്ങനെ നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ വല്ലതും തോന്നുന്നു, ഞാൻ അങ്ങനെ അങ്ങ് തുടങ്ങുന്നില്ല. ഞാൻ അമുക്കി വെച്ചേക്കുക. തുടങ്ങുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കൊടിക്കുമ്പോൾ പണ്ടേ വല്ലാത്ത, ഇപ്പം പിന്നെ വയ്യ. എൻ്റെ തുടക്കം ഇതൊന്നും അല്ല മക്കളെ. ഞാൻ ഒരു പ്രത്യേക ആരോടും പറഞ്ഞുതരാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. അങ്ങനെ ബെല്ലും ബ്രേക്കും ഒന്നുമില്ല ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന്. അതൊക്കെ ഇങ്ങനെയൊക്കെ യൂട്യൂബിലിടുമ്പോൾ അതൊന്നും പാടില്ലല്ലോ, എല്ലാവരും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങിയൊക്കെയാണ് ഇതിലെ കൂടെയൊക്കെ പറയുന്നത്, പാട്ടൊക്കെ പാടുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല.
അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എല്ലാവർക്കും വർദ്ധിച്ചു കൊടുത്തെന്താണ് തേജസ്സും ധൈര്യം. എന്താ ഒരാളിനോടൊരു വാക്ക് പറയുമ്പോൾ നല്ല തേജസ്സും വേണം, അത് നല്ല ഗാംഭീര്യവും വേണം. എന്താ പരമാത്മാവല്ലേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമുക്ക് ഉള്ള കാര്യം പറഞ്ഞ് എന്തെങ്കിലും അറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഈശ്വരനല്ലേ സത്യം. സത്യം പറയുന്നതിന് ഒരു വിഷമവും വേണ്ട. അത് ഉള്ളത്തിലിരുന്ന് പ്രവർത്തിക്കുന്ന ആരാ? പരമാത്മാവാണ്. അതുകൊണ്ട് നമ്മളെ ധൈര്യവും വേണം, ശൗര്യവും വേണം. എന്നിട്ടോ ഭക്തജനത്തിന് സർവ്വസുഖങ്ങളും എല്ലാം കൊടുത്തപ്പോൾ ജനങ്ങളെ ചെറുപ്പക്കാരാക്കി, വേണ്ടുന്ന തേജസ് കൊടുത്ത്, ധൈര്യം കൊടുത്ത്, ശൗര്യം കൊടുത്ത്. മറ്റെന്താണ് ഈ കംസൻ ചെയ്തു വെച്ചത്? ഭയന്ന് വിറപ്പിച്ച് ഒന്നുമില്ലാതെ വസ്ത്രവും കൊണ്ടോ ധനമുണ്ടോ ആഹാരമുണ്ടോ എവിടെയോ പോയി കഴിയുന്നു. ഭഗവാന് അത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഭഗവാൻ എല്ലാവരെയും വരുത്തി നന്നായി അവരെല്ലാം ആശ്വസിപ്പിച്ച് ഭക്തജനത്തിന് ഭഗവാനെ തന്നെ സേവിക്കുകയാണ് ഈ ജനങ്ങളെല്ലാം. അതുകൊണ്ട് ആ ഭക്തജനത്തിന് സർവ്വസുഖങ്ങളും മുക്തിയും നൽകും. അപ്പോഴെന്താ സർവ്വഭോഗങ്ങൾ, എന്താ സുഖത്തിന് ഈ ലോകത്തിൽ എന്താ സുഖങ്ങൾ? നമുക്ക് എന്താണ് വേണ്ടത്? ധനവും പണവും, അതായത് എന്താ പറയുക, ജോലിയും വീടും എന്താ വേണ്ടത്? ഇതെല്ലാം കൊടുത്തിട്ട് മുക്തിയും കൂടെ കൊടുക്കും ഭഗവാൻ. അതാണ് ഭുക്തിയും മുക്തിയും കൊടുക്കും. ഭുക്തി എന്ന് വെച്ചാൽ ഈ ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് എന്താ വേണ്ടത് അതെല്ലാം. എന്നിട്ട് മുക്തിയും നൽകും. ജഗന്മനീശ്വരൻ ചിൽസ്വരൂപൻ പരബ്രഹ്മ സർവാത്മകൻ ചിൽസ്വതാരൂപൻ കരുണാകരൻ കൃഷ്ണൻ രക്ഷിപ്പതിന് മുതിർന്നു നിൽക്കും കാലം. അയ്യോ എന്താ പറയാനാ, ഭഗവാൻ അങ്ങോട്ട് ഇങ്ങനെയുള്ള രക്ഷിപ്പാൻ അങ്ങനെ മുതിർന്ന് മുന്നിട്ട് നിൽക്കുക. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്താ കാരണം? നമ്മുടെ മനസ്സുപോലെ മംഗല്യം. നമ്മുടെ മനസ്സ് അങ്ങനെ ആകണം, അങ്ങനെ ആനന്ദിക്കണം. ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ തുളുമ്പണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ എല്ലാം കൊണ്ടും കരുണാകരൻ ചിൽസ്വരൂപൻ പരബ്രഹ്മ സർവാത്മകനായ കൃഷ്ണൻ രക്ഷിപ്പതിന്, നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി മുതിർന്നു നിൽക്കുവാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ അതിന് വേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ മുതിർന്നു നിൽക്കും കാലം രക്ഷ കൊണ്ട് എന്ത് ചൊല്ലേണ്ട നിർബോധമാ പരീക്ഷത്തെ. മഹാമുനി പറയുന്നു, പരീക്ഷത്തെ ഇത് ഇത്രയും ഇനി എന്താ പറയേണ്ട? ഭഗവാൻ രക്ഷ കൊണ്ട് എന്ത് രക്ഷയാ? ഈ ലോക ജീവിതത്തിൻ്റെ സുഖവും മുക്തിയും കൊടുക്കുന്നു. അപ്പോൾ എന്താ? ഇത് രണ്ടും കൊടുക്കുന്നു, ആ രക്ഷയും കൊടുക്കുന്നു നമുക്ക്. ഈ ലോകം കൊണ്ട് ഈ ജന്മം കൊണ്ട് ഇനി ജനിമൃതി ഉണ്ടാവാതിരിക്കാനുള്ള ആ രക്ഷയും കൊടുക്കുന്നത്. നിത്യജീവനെ പ്രാപിക്കാൻ അതും കൊടുക്കുന്നുണ്ട്. വേണ്ടുന്നവർക്ക് ഭക്തന്മാർക്ക്, അല്ലാത്തവർക്ക് വേണ്ടുന്നവർക്ക് ഭക്തന്മാർക്ക് അതും കൊടുക്കുന്നു. അത് ഭക്തന്മാർക്കേ കൊടുക്കാൻ പറ്റുക, വേണ്ടുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ. എന്നാലും എല്ലാവരും ഭഗവാനെ സേവിച്ച് നിൽക്കുകയാണ്. യഥാർത്ഥമായ ജ്ഞാനം അങ്ങേറ്റം കിട്ടുന്നവർക്കെല്ലാം മുക്തിയും കിട്ടും. എന്നിട്ട് ഭഗവാൻ എല്ലാം കൊടുത്ത് രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്ത് ചൊല്ലേണ്ട നിർബോധമായി, ഇത്രയും ഇനി എന്താ ഇനി പറയേണ്ടുന്നത്? ഇത് മൊത്തവും ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു. സർവ്വദോഷങ്ങളും നീക്കി സമസ്തവും, എന്തെല്ലാം ദോഷം അവർക്കുണ്ടോ ഇതെല്ലാം മാറ്റിട്ട് സമസ്തവും നിർവാണതുല്യം. എന്താ നിർവാണതുല്യം? പരമാത്മ ചേരുക, പരബ്രഹ്മ അഹം ബ്രഹ്മാസ്മിയായി മാറുന്ന നിർവാണ തുല്യം സുഖേന രക്ഷിപ്പൊരു സർവാത്മകൻ ഇത് ചെയ്തത് എന്ത് അത്ഭുതം. ഇതും കൂടെ കൊടുക്കുന്നു നിർവാണ, അത് ആ കൈവല്യം കൂടെ നമുക്ക് തരുന്നു ഒരു ഭക്തന്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഭഗവാൻ. അപ്പോൾ എന്തിനു നമ്മൾ വിഷമിക്കണം? ഇവിടെ പറഞ്ഞതാണിപ്പം. ഇന്നലെ ഒരു മകൻ ഇതിനകത്ത് ചെയ്ത കമൻസിന് പറ്റിയ ഒരു ഭാഗമാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കി വേണം. അല്ല നമ്മൾ തന്നെ പ്രവൃത്തി കൊണ്ട് വന്നെങ്കിലേ നമുക്കിത്, നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കാണ്ട് വയറ് നിറയൂ. ഞാൻ കഴിച്ചെങ്കിലേ എനിക്ക് വയറ് നിറയും. നമ്മളത് പ്രവൃത്തിയിൽ വരണം. നന്നായി സ്നേഹിക്കുക ഭഗവാനെ നന്നായി സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഉടയവനാണെന്നുള്ള ചിന്ത മതി. സ്വന്തം അമ്മയെ നമ്മൾ എങ്ങനെ, അമ്മ ഒരു കുഞ്ഞു കുട്ടി പുരുഷന്മാർ വളർന്നു അമ്മ വേണ്ടാതാവും. അതുകൊണ്ട് എല്ലാ മക്കളും അങ്ങനെയല്ല. എത്ര 90 വയസ്സായാലും അമ്മയുണ്ടോ? അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ വേണം. പക്ഷേ ഇന്നുള്ള പുരുഷന്മാർ അങ്ങനെയല്ലല്ലോ. സ്ത്രീകളായാലും വളർന്ന് അവരുടെ ഒരു കുടുംബമൊക്കെ ആകുമ്പോഴല്ലേ വളർന്നു വരുമ്പോൾ അമ്മയെ ഒരു ഇച്ചിരി ഒന്ന് താത്ത് വയ്ക്കും. പക്ഷെ അത് പാടില്ല. നിഷ്കളങ്കമായ ഹൃദയത്തോട് തന്നെ ആ അമ്മ തന്നെ. അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ ആ അമ്മ എനിക്ക് ഇന്നത്, എനിക്ക് ഇതാ എന്ന് പറയുന്നത് പോലെ ഭഗവാനോട് നമ്മൾ അങ്ങനെ, ഭഗവാനെ എനിക്കിതാ ഇതില്ല അതില്ല എന്ന് നമുക്ക് പറയാം. നമ്മുടെ രക്ഷാകർത്താവായി മാറ്റുമ്പോഴാണ്, നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ്. എന്താ അങ്ങനെ ആകുന്നത്? ഇപ്പോൾ ഒരുപാട് അകലെയാണ്, എവിടോ ദൂരെയാണ്. ഭഗവാൻ വന്നാൽ അടുത്തെങ്കിലല്ലേ പറ്റൂ. നമ്മളോട് എത്രമാത്രം അടുപ്പം വരുന്നത് നമ്മളെ ഉള്ളത്തിലാവണം. അവസാനം ദൂരെ നിൽക്കുന്ന എന്നുവെച്ചാൽ അമ്മക്ക് അത്രയ്ക്ക് അടുപ്പമില്ല ഈശ്വരനായിട്ട്. എവിടെയോ അക്കരെ നിൽക്കാൻ തോന്നും. അതിനെ ഇക്കരെ വരുത്തണം, നമ്മളടുക്ക വരുത്തണം. വന്ന് നമ്മുടെ ഉള്ളത്തിലാകണം. അങ്ങനെ പിന്നെ നമ്മളായി മാറണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ ഭാവന ചെയ്താൽ മതി. പിന്നെ നമ്മളൊന്നും ചോദിക്കേണ്ട ഒന്നും, നമ്മൾ ഭാവന ചെയ്താൽ തന്നെ ഭവിക്കുമെന്നാണ്. അതുകൊണ്ട് നിർവാണ തുല്യം സുഖേന രക്ഷിപ്പൊരു സർവാത്മകൻ ഇത് ചെയ്തത് എന്ത് അത്ഭുതം. ഇതിനെന്താ അത്ഭുതം? ഭഗവാൻ എന്താ വയ്യാത്തത്? ഒരു കാര്യവും അസാധ്യമല്ല.
സർവവും മായാമയമെന്നറിയടോ. ഇതെല്ലാം ഭഗവാന്റെ മായാലീലകളാണ്. രാമകൃഷ്ണന്മാരുടൻ ചെന്ന് നന്ദനെ ആമോദമോട് പുണർന്നു ചൊല്ലിയിടിനാൻ. ഇത്ര കാര്യങ്ങളെല്ലാം അവിടെ കേട്ട് പിന്നെ എന്താ കണ്ണൻ ചെയ്തത്? നന്ദഗോപരല്ലയോ ഇത്ര ആൾ വളർത്തിയത്? സ്വന്തം ജനിപ്പിച്ച അച്ഛനും അമ്മയോടെ ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം നോക്കി ജനങ്ങളെല്ലാം വരുത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് നന്ദഗോപർ അവിടെ ഉണ്ട്, യശോദാമ്മയോടെ ഇല്ലാതെ മധുരയിലേക്ക് കുറച്ച് കുട്ടികളും ഗോപന്മാരും നന്ദഗോപനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ നന്ദഗോപര് വളർത്തച്ഛനാണ്. അദ്ദേഹത്തിനോട് രാമനും കൃഷ്ണനും ചെന്ന് പറയുന്നു, നന്ദനെ ആമോദമോട് പുണർന്ന് കെട്ടിപ്പിടിച്ച് സുന്ദരമായിട്ട് ആലിംഗനം ചെയ്തിട്ട് ഭഗവാൻ പറയുന്നു, താതാ പിതാവേ, സുതന്മാരിലും അതിപ്രീതിയാൽ പൈതലാമെങ്ങളെ നീ വളർത്തുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളായ അച്ഛനെ താതാന്നല്ലേ വിളിക്കുക, താതാ അത് പിതാവേ, സുതന്മാരിലും അതിപ്രീതിയാൽ ഞങ്ങൾ കുട്ടികൾ, സുതന്മാർ മക്കളാണ്, ഞങ്ങളെ അതിപ്രീതി അത്രത്തോളം പ്രീതി കൊണ്ടാണ് പൈതലാമെങ്ങളെ ഈ കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങ് വളർത്തുന്നത്. ചേതസി ചിന്തിക്കിൽ, അത് മനസ്സിൽ ഓർത്താൽ നിന്നിലെ സ്നേഹവും, അതായത് യശോദാമ്മ അവിടെ അപ്പോഴില്ലല്ലോ, അതുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും ആ സ്നേഹവും ഏതും എളുതല്ല, ഇത് ചെറുതല്ല പിതാവേ, ചൊല്ലുവാൻ ഓർക്കണം, ഇത് ഒട്ടും ചെറുതല്ല. ഞങ്ങളെ കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വളർത്തുന്ന വെച്ചാൽ ദുഃഖമുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റുകളെല്ലാം ചെയ്യുമ്പോഴെല്ലാം മറ്റ് അന്യ വീടുകളിലും എല്ലാം ചെന്ന് കുരുത്തക്കേട് കണ്ണൻ ശരിക്കും കാണിച്ചു. അവരുടെയൊക്കെ പിന്നെ എന്താ പറയുക, കലങ്ങളെല്ലാം കിഴിച്ച് പാല് കെട്ട് തിന്ന് കുടിച്ച് വെണ്ണ കെട്ട് തിന്നു, എന്തൊക്കെയാ ചെയ്തത്. ഇതിനെല്ലാം അമ്മ കണ്ട് വിഷമിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ കുഞ്ഞിനെ വളർത്തുമ്പോൾ എത്രമാത്രം കഷ്ടപ്പാടുണ്ടാവും. അവിടെ പറയുന്നു, പൈതലാമെങ്ങളെ നീ വളർത്തുന്നതും ചെയ്ത ഓർത്താൽ ചിന്തിച്ചാൽ നിന്നിലെ സ്നേഹവും, ആ പിതാവേ അങ്ങയുടെ സ്നേഹവും ഏതും എളുതല്ല, ഇത് ചെറുതല്ല പിതാവേ, ചൊല്ലുവാൻ ഓർക്കണം. ഞാൻ പറഞ്ഞ കേൾക്കൂ പിതാവേ. മാതാപിതാക്കൾ വളർക്കും സുതന്മാരെ മാതൃപിതൃ ദേഹത്തെക്കാൾ അതിപ്രിയമാണ് പിതാവേ. വളർത്തുന്ന അച്ഛനും അമ്മയുടെയും ദേഹത്തെക്കാൾ ആരെയാ പ്രിയം വയ്ക്കുന്ന? കുഞ്ഞുങ്ങളെയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമേ ശ്രദ്ധിക്കൂ. സ്വന്തം അമ്മ ചിലപ്പോൾ എപ്പോഴാണ് ആഹാരം കഴിക്കുന്നെന്നോ അവർ എപ്പോഴാണ് കുളിക്കുന്നെന്നോ അവരുടെ വസ്ത്രം എപ്പോഴാണ്, ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കുഞ്ഞുങ്ങളെങ്ങനെയാണ് അവർക്ക് കൊടുത്തോ, അവരെവിടെ എന്നുള്ള ചിന്തയാണ്. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒന്നും രണ്ടും സാധിക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾ. അപ്പോഴതെല്ലാം ആ ആഹാരം ഇട്ട് കളഞ്ഞിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ അത്രമാത്രമാണ് അവനവൻ്റെ ദേഹത്തേക്കാൾ ഏറെ പ്രിയം കുഞ്ഞുങ്ങളാണ് കണ്ണൻ പറയുന്നത്. മാതാപിതാക്കൾ വളർക്കും സുതന്മാരെ, വളർത്തുന്ന ഈ കുഞ്ഞുങ്ങളായ ഞങ്ങളെ മാതൃപിതൃ ദേഹത്തേക്കാൾ അതിപ്രിയമാണ് പിതാവേ. അതുകൊണ്ട് അമ്മയ്ക്കും യശോദാമ്മയ്ക്കും അതായത് നന്ദഗോപർക്കും ഞങ്ങളെയാണ് നിങ്ങളുടെ ദേഹത്തെക്കാൾ പ്രിയം. ഞങ്ങളുടെ ദേഹത്തെ ഞങ്ങളെ ആയിരുന്നു പ്രിയം. ദേഹം ജനിപ്പിച്ച താതാമാതാക്കൾക്ക് ദേഹമൂലാത്മാക്കൾ എന്ന ശബ്ദം തന്നെ. ദേഹം ജനിപ്പിച്ചത് ദേവകിയമ്മയും വസുദേവരാണ്. അവർക്ക് താതാമാതാക്കൾക്കെന്ന ദേഹമൂലമാ, അത് ദേഹം തന്നു എന്ന് മാത്രമേ ശബ്ദമുള്ളൂ. അവരുടെ മക്കൾ എന്നുള്ള ശബ്ദമേ അവർക്കുള്ളൂ. അവർ ശരീരം കൊടുത്തു, പഞ്ചഭൂതത്തിൽ നിന്നുണ്ടാകുന്ന ശരീരം, അത് അമ്മ അച്ഛൻ, അത് ദേവകിയും വസുദേവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ശബ്ദം തന്നെ ഉള്ളൂ, അല്ല വളർത്തിയില്ലല്ലോ. അതുകൊണ്ട് ദേഹം ജനിപ്പിച്ച താതമാതാക്കൾക്ക് ദേവകിക്കും വസുദേവർക്കും ദേഹമൂലാത്മാക്കൾ എന്ന ശബ്ദമേ ഉള്ളൂ. ഈ ദേഹം തന്നു എന്നൊരു മാത്രമേ ഉള്ളവർക്ക്. ദുഃഖിച്ചെടുത്ത് വളർത്തുന്നവരല്ലോ ഉത്തമ താതമാതാക്കൾ അറിയണം. അപ്പോൾ ഇത്രമാത്രം ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദുഃഖങ്ങൾ എന്തെല്ലാം തരണം ചെയ്യണം. അതും എന്തെല്ലാമെന്ന് വെച്ചാൽ കാളന്തി നദിയിൽ നമുക്ക് ഓർക്കണം. കാളന്തിയായിട്ട് ചുറ്റിയ സമയത്ത് അമ്മയുടെ വേദന, അച്ഛൻ്റെ എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രമാത്രം കഷ്ടതകളാണ് ഇവർ അനുഭവിച്ചതെന്ന്. അങ്ങനെ ഉത്തമ താതമാതാക്കൾ അറിയണം, ദുഃഖിച്ചെടുത്ത് വളർത്തുന്നവരാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ പ്രസവിച്ചത് ദേവകിയാണെങ്കിലും കഷ്ടപ്പാട് മൊത്തം അറിഞ്ഞതാരാണ്? നന്ദഗോപരും യശോദാമ്മയും. അതുകൊണ്ട് ഉത്തമ താതമാതാക്കളാണ് അവർ. എൻ്റെ നന്ദഗോപരാക്കിയത് ഈ അച്ഛനും യശോദാമ്മയും ആണ് എൻ്റെ ഉത്തമമായ മാതാപിതാക്കൾ. അതറിയണം. പെറ്റ നാളെ മമ താതമാതാക്കൾക്ക് ചെറ്റുപോലും വളർപ്പാൻ അരുതാകിയ എൻ്റെ അമ്മയ്ക്ക്, അത് പെറ്റ ദേവകിക്കും വസുദേവർക്കും ആ താതമാതാക്കൾക്ക് ചെറ്റുപോലും അല്പം പോലും വളർപ്പാൻ സാധിച്ചില്ല, അരുതാകയാൽ തെറ്റെന്ന് ഉപേക്ഷിച്ചു നിങ്ങളും ദുഃഖിച്ചു കുറ്റമെന്നെ ഇത്രനാളും വളർത്തി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ഇങ്ങനെ കംസനെ ഭയന്നിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി. അതുകൊണ്ടാണ് പറയുന്നത് തെറ്റുപോലും വളർത്താൻ അവർക്ക് പറ്റിയില്ല. തെറ്റെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചു. നിങ്ങളും ഞങ്ങളെ ദുഃഖിച്ച് കുറ്റമില്ലാതെ ഒരു കുറ്റമില്ലാതെ ഇത്രനാളും ഞങ്ങളെ വളർത്തി.
ഉറ്റു പാർത്താൽ ഇത് ഓർത്താൽ മാതൃതാതരെന്നുള്ളത് ചെറ്റു മറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ ധ്രുവം. അതുകൊണ്ട് ഇത് ഓർത്താൽ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ചെറ്റ് ഒരു സംശയമില്ല, വേറെ ആരുമല്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളാണ് ധ്രുവം, നിശ്ചയം. അപ്പോൾ ആരാണ് നിശ്ചയമായിട്ട്? യശോദാമ്മയും നന്ദഗോപുരാണെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പുണർന്നുകൊണ്ടാണ് മകൻ പറയുന്നത്. കാരണം സ്വന്തം തള്ളിയും തന്തയുടെ അടുക്ക ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും ദുഃഖിക്കുമെന്ന് കണ്ണൻ അറിയാം. ദേവകിയും വസുദേവനും ദുഃഖിച്ചതെന്നൊക്കെ നേരെ ഒരു വിപരീതം ഇപ്പുറത്തുണ്ടാകും. ഇത്ര നാൾ വളർത്തിയ സ്നേഹം പെട്ടെന്ന് മാറുമ്പോൾ അവർ ബോധമില്ലാതെയും മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇതെല്ലാം ഉറ്റു പാർത്താൽ ഒരു കുറ്റമില്ലാതെ ഞങ്ങളെ വളർത്തിയ അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാണ്, നന്ദഗോപുരം യശോദൻ തന്നെയാണ്. അത് മറ്റില്ല, മറ്റല്ലാതെ ആരുമില്ല. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും നിങ്ങൾ തന്നെയാണ്, നിശ്ചയം, ധ്രുവം. ഭംഗിവാക്കില്ലെങ്കിൽ ചെയ്ത കാര്യത്തിനൊന്നും അങ്ങ് പ്രതിക്രിയ കണ്ടില്ല ഞങ്ങൾ. ഇതിനു വേണ്ടി ഈ ഭംഗിവാക്കൊന്നും പോരെ, ഇതിന് എന്ത് പറഞ്ഞാലൊക്കും ഭംഗി പറയാനൊക്കും നടക്കുന്ന കാര്യമല്ല. ഇതിന് പ്രതിക്രിയ, ഞങ്ങളിതിന് പകരമായി ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലൊക്കും ഇതിന് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ ഇതിന് പകരം ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്നതിനായിതാ നിൻ പാദപങ്കജെ വന്ദിച്ചു മാതൃപാദത്തെയും കൂപ്പുന്നേൻ. അങ്ങനെ പിതാവിൻ്റെ പാദത്തിൽ കൂപ്പിട്ട് മാതാവിനെ കൂടെ കൂപ്പി. പിതാവ് മാത്രമേ അവിടെ ഉള്ളൂ. അമ്മ അങ്ങ് വൃന്ദാവനത്തിലാണ്. അപ്പോൾ അമ്മ പോയിട്ടില്ല മധുരയിലേക്ക്. അപ്പോൾ പിതാവിൻ്റെ പാദത്തിൽ കൂപ്പിയിട്ട് പറഞ്ഞു, വന്ദിച്ചു നിൻ പാദപങ്കജയെ വന്ദിച്ചു മാതൃപാദത്തെയും അമ്മയെ കൂടെ അവിടെ കൂപ്പി. രണ്ടുപേരെയും ചേർത്ത് കണ്ണൻ കൂപ്പി. അമ്പാടി തന്നെ സുഖേന പോയി വാണാലും ഇനി അച്ഛ അവിടുന്ന് അമ്പാടിയിൽ തിരിച്ച് പോയി അവിടെ സുഖമായി കഴിയണം. സങ്കടം ഞങ്ങളോടുള്ള വിയോഗത്താൽ ചിന്തയിലുണ്ടാകരുത്. ഒരല്പം പോലും മനസ്സിൽ വേദനിക്കല്ലേ അച്ഛ പിതാവേ. കാരണം ഞങ്ങളുള്ള സങ്കടം, ഞങ്ങളെ വളർത്തി ഇത്രയൊക്കെ ആക്കി, ഇനി അങ്ങ് പോകുമ്പോൾ ദുഃഖം ഉണ്ടാവും. മാതാവ് നോക്കും, എന്തേ കണ്ണൻ എന്തേലും ചോദിക്കും. എനിക്ക് കരയേണ്ടെന്ന് ഞാൻ വെച്ചിട്ട് നടന്നില്ല. വിഷയം ഇടട്ടെ. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും ഉള്ള അറിയാം. അപ്പോൾ യശോദാമ്മ നന്ദഗോപുരം ചെല്ലുമ്പോൾ എന്തിയേ കണ്ണൻ, എന്തിയേ രാമൻ, എന്തിയേ എന്ന് ചോദിക്കത്തില്ലേ? ഞാൻ വളർത്തിയ കുഞ്ഞെന്തെന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം പറയും? അതുകൊണ്ട് കണ്ണൻ പിതാവിനോട് പറഞ്ഞു, അമ്പാടി തന്നെ സുഖേന പോയി വാണാലും സങ്കടം ഞങ്ങളോടുള്ള വിയോഗം, ഞങ്ങളോടുള്ള ഈ വിയോഗം, ഈ വേർപാട് ചിന്തയിൽ ഉണ്ടാകരുത്. ഇങ്ങനെ അല്പവും ചിന്തിക്കല്ലേ പിതാവേ. അമ്മയും അച്ഛനും സുഖമായി കഴിയണമേ, ഒരു വിഷമവും ഉണ്ടാക്കരുതേ. സന്തതം സൗഖ്യമായി അങ്ങ് വാണിടുന്ന എല്ലായ്പ്പോഴും സുഖത്തോട് പോയി കഴിയണം. അങ്ങനെ നന്നായി പറഞ്ഞു. ഇങ്ങ് യദുകുലം പുഷ്ടി വരുത്തിയിട്ട് ഞങ്ങൾ വൈകാതെ വന്നിടുവർ. ഞങ്ങളിവിടെ അല്പനാൾ ഇവിടെ നിന്ന് യദുകുലം സ്വന്തം അമ്മയച്ഛൻ നിൽക്കുന്നത്, പ്രസവിച്ച അമ്മയച്ഛനുള്ളിടത്ത് അല്പനാൾ പോയി ഇവിടെ നിന്ന് ഈ യദുകുലമൊക്കെ ഒന്ന് പുഷ്ടി വരുത്തട്ടെ പിതാവേ. ഇവിടെയും കൂടെ ഒന്ന് നോക്കി ചുറ്റുപാടൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് നോക്കിയിട്ട് അങ്ങ് വൈകാതെ വന്നിടുവർ. ഞങ്ങൾ തിരിച്ച് വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വരും. ഇവിടെ ഒന്ന് നോക്കി കണ്ട് ഇതൊക്കെ ഒന്ന് ചൊവ്വേന്നേരെ ആക്കട്ടെ. ഇത്ര നാൾ അമ്മയച്ഛനും ബന്ധനത്തിൽ കിടന്നു, ഉഗ്രസേനൻ ബന്ധനത്തിൽ കിടന്നു. ഇനി പിന്നെന്താ പറയുക, രാജ്യം വാഴണം. അതിന് കിങ്കരനായിട്ട് കണ്ണനും നിൽക്കണം, രാമനും നിൽക്കണം. രാജാവ് ആജ്ഞാപിക്കുന്ന എല്ലാം ഭംഗിയായി ചെയ്ത് കൊടുക്കേണ്ട കടമയാക്കുക ഈ കൃഷ്ണനല്ലേ. മറ്റേ അദ്ദേഹം വയസ്സായില്ലേ, രാജ്യം ഭരിക്കുന്നെങ്കിലും ചെയ്തു കൊടുക്കേണ്ട എല്ലാം ആരാണ്? കൃഷ്ണനാണ്, രാമനുമാണ്. അപ്പോൾ കുറച്ച് നാൾ ഇവിടെ നിന്ന് പുഷ്ടി വരുത്തട്ടെ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയോട് ഇവണ്ണം പറഞ്ഞിരണം, ഇതെല്ലാം അമ്മയോട് പറയണേ പിതാവേ. പിതാവ് പിന്നെ സഹിക്കും, കാരണം പുരുഷനല്ലേ. പക്ഷെ അമ്മ സഹിക്കാൻ പറ്റില്ല. അമ്മ അറിയുന്നില്ലല്ലോ ഈ ഇവിടെ വന്നത് ദേവകിയുടെ മകനാണെന്നോ കംസനെ വധിക്കണമെന്നോ അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അവർ പിന്നെ ഉത്സവത്തിന് ചെന്ന് വിളിച്ചു, അക്രൂരനെ വിളിച്ചു. അവർ രഥത്തിൽ കയറി ഇനി പോരുന്നു. എന്താ കാര്യം എന്ന് കൃഷ്ണൻ്റെ ഉള്ളിലും അക്രൂരൻ്റെ ഉള്ളിലേ അറിയത്തുള്ളൂ. അമ്മയോട് ഈ വണ്ണമെല്ലാം പറയണം. നിർമ്മലമാം എൻ്റെ വസ്ത്രങ്ങൾ വില്ലുകൾ, നിർമ്മലമാകുന്ന എൻ്റെ വസ്ത്രങ്ങളും വില്ല. കണ്ണന് ഒറ്റയ്ക്കല്ലേ പോലും വസ്ത്രങ്ങളും വില്ലുകളും കളിപ്പാട്ടങ്ങളും എല്ലാം അവിടെ അല്ലേ ഇരിക്കുക, ഓടക്കുഴലും. നിർമ്മലമാം എൻ്റെ വസ്ത്രങ്ങൾ വില്ലുകൾ നന്ദിച്ചു നീ തന്നവയും അന്നവ ഒന്നുമേ കേടുവന്നിടാതെ വയ്ക്കണേ പിതാവേ. എനിക്ക് പിതാവ് തന്നിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ എന്താ പറയുക, നീ തന്നവ എന്തൊക്കെയാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ള കുഴലായാലും വില്ലായ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ഒന്നും കേടുവരാതെ അവിടെ മാറ്റി വെക്കണേ പിതാവേ. യുദ്ധം പറഞ്ഞ് അവർ നന്ദൻ്റെ പാദത്തിൽ ഉത്തമന്മാർ നമസ്കാരവും ചെയ്തിരുന്നു. രാമനും കൃഷ്ണനും ഇതൊക്കെ പറഞ്ഞിട്ട് പിതാവിൻ്റെ കാൽക്കൽ വീട് നമസ്കാരമൊക്കെ ചെയ്തു. നന്ദനന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നന്ദനും ആശേഷവും ചെയ്ത് ഗൽഗദാൽ
ഒന്നുമേ വല്ലാതെ നിന്നു നേത്രാംബുന. നന്ദനന്മാരെ പിരിയുന്ന സങ്കടാൽ പിന്നെയും പിന്നെയും നന്നായി പുണർന്നുടൻ. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ കുഞ്ഞിനെ പിരിയാൻ വയ്യാത്ത നന്ദനും ഇങ്ങനെ ആശ്ലേഷമൊക്കെ ആലിംഗനൊക്കെ ചെയ്തിട്ട് എന്ത് ഗൽഗതാൽ സങ്കടത്തോടുകൂടി, സങ്കടം പിതാവ് അമുക്കുവാണ്, പൊട്ടിക്കരയാൻ പറ്റുമോ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിഷമമല്ലേ? അതിൽ രക്ഷാകർത്താക്കളൊന്നും വയ്യ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന പറഞ്ഞാൽ അച്ഛനും അമ്മയും അവിടെ അമുക്കും, ദേവകിക്കും അങ്ങനെ അവിടെ അമക്കും എല്ലാം. കാരണം ബന്ധിച്ച് നിന്ന് സ്നേഹമെല്ലാം, മക്കളുടെ സ്നേഹമെല്ലാം ഉള്ളിലങ്ങ് അമക്കി വെച്ചു. എന്നിട്ട് പുറമേ ഭഗവാൻ പരമാത്മാണെന്ന് ബന്ധിച്ച് നിന്നു. പിന്നെ ഭഗവാനെല്ലാം മോഹിപ്പിച്ചപ്പോൾ അവർ എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചു. ഇനിയിപ്പം ഈ പിതാവ് അങ്ങ് ചിലപ്പോൾ യശോദാമ്മയെ ആര് ലാളിപ്പിക്കും? അല്ല, ആര് സങ്കടത്തിന് ഇത് മാറ്റും? അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നന്ദനും ഇങ്ങനെല്ലാം ഗൽഗതാൽ ഒന്നുമേ വല്ലാതെ നിന്നു, ഒന്നും മിണ്ടാമയ്യാതെ നിന്നു. കാരണം അങ്ങ് ചെല്ലുമ്പോൾ അമ്മ ചോദിക്കില്ലേ മക്കൾ എന്തിയെന്ന്. അതുകൊണ്ട് നേത്രാംബുന കണ്ണുനീരോട് നിന്നിട്ട് നന്ദനന്മാരെ പിരിയുന്ന സങ്കടം കൊണ്ട് പിന്നെയും പിന്നെയും നന്നായി പുണർന്നുടൻ പിന്നെയും പിന്നെയും കുഞ്ഞുങ്ങളെ കെട്ടി പുണർന്നിട്ട് നന്ദനന്മാരെ മടിയിലിരുത്തിയിട്ട് ഒന്നുമേ ചൊല്ലുവാൻ വശമില്ലെങ്കിലും വീണ്ടും കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി. എന്ന് പറയാനാ, മടിയിലിരുത്തിയിട്ട് ഒന്നും പറയാൻ വശമില്ല. എന്ത് പറയാൻ പറ്റും? ജനിപ്പിച്ച അമ്മയുടെ അച്ഛനടുക്കൽ നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ? അവർക്കും ഈ സങ്കടം കുറേ വർഷം അറിയുന്നതല്ലേ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ നന്നായി വരുമെന്ന് അനുഗ്രഹിച്ച് എല്ലാം അമുക്കി വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി നന്നായി വരുമെന്ന് അനുഗ്രഹം കൊടുത്തിട്ട് മന്ദമായി പിന്നെയും അങ്ങ് എഴുന്നേറ്റുടൻ. എന്നിട്ട് പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ മടിയിൽ നിന്ന് എണീപ്പിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് നന്ദനും ഗോപാലനോട് ഒരുമിച്ച് മന്ദമന്ദം ദുഃഖം ഉൾക്കൊണ്ടു പോകുമ്പോൾ മുന്നം അമ്പാടി നിന്ന് പോരുന്നേരം അങ്ങനെ നന്ദനും ഈ ഗോപാലനും കൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദനും ഗോപാലനും ഒക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് അവിടെ വൃന്ദാവനത്തിലേക്ക് വരാനായിട്ട് മന്ദമന്ദം ദുഃഖം ഉൾക്കൊണ്ട് പോകുന്നേരം, ദുഃഖം കുഞ്ഞുങ്ങൾക്കും ഗോപന്മാർക്കും അതിയായ സങ്കടമുണ്ട്. കൃഷ്ണനെ സുഹൃത്തായി അത്രമാത്രം ഒന്നിച്ച് പശുക്കളെ വെച്ച് നടന്ന കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് സഹിക്കാൻ പറ്റുമോ? അവരുടെ ദുഃഖം ആര് കാണും? മാതാപിതാക്കളുടെ ദുഃഖം ഇത്രയും പറയുമ്പോൾ ആ കുട്ടികളെ ആര് ആശ്വസിപ്പിക്കും? എത്രയോ ഒരേപോലെ രാവിലോട്ട് അവർ ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ച് തിരിച്ചു വരുന്നു, പശുക്കളെയൊക്കെ മേച്ചിട്ട് ആ കുഞ്ഞുങ്ങളും ആ ദുഃഖം പേറി ദുഃഖം ഉൾക്കൊണ്ട് മന്ദമന്ദം അവർ പതുക്കെ അങ്ങോട്ട് പോകുമ്പോൾ മുന്നം അമ്പാടി നിന്ന് പോരും നേരം അവർ ഇതിനോട് വരാൻ നേരത്ത് ഈ വണ്ടി രഥത്തിലല്ലേ വന്നത്. ഇങ്ങ് കൊണ്ടെന്ന ശകടത്തിലൊക്കെയും പൊന്നും പണം വസ്ത്രരത്നാദികൾ പല അത് ഉന്നതമായി നിറച്ചയച്ചിടിനാൻ. അങ്ങനെ ആ വണ്ടി നിറച്ച് അവിടെ കൃഷ്ണനെയും രാമനെയും അക്രൂര് രഥത്തിലല്ലേ വന്നത്. ആ വണ്ടിക്കകത്ത് ഭഗവാൻ എന്ത് ചെയ്തു? പൊന്നും പണവും വസ്ത്രരത്നാദികളെല്ലാം പലത് ഉന്നതമായി ഇഷ്ടം പോലെ നിറച്ചയച്ചിടിനാൻ. അവരെ ദുഃഖിച്ചങ്ങോട്ട് പോകുമ്പോൾ ഭഗവാൻ ഇതെല്ലാം എടുത്ത് വണ്ടി നിറച്ച് സാധനങ്ങളുമായി അവരെ വിടുകയാണ് ചെയ്തത്. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. സമയത്തിൽ ഇത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ വായിക്കാനുള്ള സമയമില്ല മക്കളെ. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്ന് വായിക്കാൻ കുറച്ചേ പറ്റുന്നുള്ളൂ. അത് സാരമില്ല. നമുക്ക് എന്തിനാ ഇത് വേദവ്യാസ മഹാമുനി ഭഗവാൻ നാരായണനായി അവതരിച്ച മഹാമുനി നമുക്കിതൊക്കെ തന്നത്? ഇതൊക്കെ വായിക്കാനും അറിയാനും നമ്മളിതിനകത്ത് ആനന്ദം അനുഭവിക്കാനും അമൃതുണ്ണാനും പരമജ്ഞാനാമൃതം പാനം ചെയ്യുക. നമ്മളിത് പാനം ചെയ്യണം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോഴേ കൂടുതൽ കരയാനൊക്കും. എനിക്കിതിനകത്ത് ഇപ്പം ഒരുപാട് സങ്കടപ്പെടാനൊന്നും പറ്റത്തില്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാനും അമുക്കുവാണ്. ദേവകി അമ്മയും യശോദ ഇനിയിപ്പോൾ യശോദ അങ്ങ് ചിലപ്പോൾ യശോദാമ്മ അമുക്കും. അതുപോലെ നമ്മളും ഒരമ്മയാണ്. നമ്മളും കാരണം എനിക്ക് ഇത്രയും പ്രായമാകുമ്പോഴും ഞാൻ കുറച്ച് 40-40 വർഷം കൊണ്ട് ഞാനിനെ എൻ്റെ ഒരു കുഞ്ഞായിട്ടും പല രീതിയിലാണ് എൻ്റെ കണ്ണനെ കാണുക. അപ്പോൾ ഞാനും ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ദേവകിയമ്മയുടെ ദുഃഖവും ഞാൻ അനുഭവിക്കുന്നുണ്ട്, യശോദാമ്മയുടെ ദുഃഖവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം അങ്ങനെയാണ്. ഒരു ഭക്തർ അങ്ങനെയാണ്, സ്വന്തം കുഞ്ഞിനെ പോലെ കാണും കൃഷ്ണനെ. അപ്പം നമുക്കും ആ ഒരു ഉള്ളിലെ വേദന നമുക്ക് ഉണ്ടാകും. അത് കുറച്ചൊക്കെ വായിച്ച് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ വായിക്കുമ്പോൾ പിന്നും പുതുമയാണ്, അപ്പോഴും കരയും. അല്ലെങ്കിൽ ഇത് കുറേ ദിവസം വായിച്ചാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എടുക്കുക, അപ്പോഴും പുതുമയാണ്, അപ്പോഴും നമ്മൾ കരയും. ഇങ്ങനെ എന്നും എനിക്കിതാ ജോലി, അല്ലെങ്കിൽ വായിക്കാതിരിക്കണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സമയം പോയി. ഹരിവോം ഹരിവോം ഹരിവോം.